വെറും 400 രൂപയ്ക്ക് ഒരു ബ്രാൻഡഡ് ഇയർഫോൺ വാങ്ങാൻ കഴിയുമോ? തീർച്ചയായിട്ടും റെഡ്മി ഇയർഫോൺസ് ആണ് അതിനുള്ള ആൻസർ. മ്യൂസിക്, ഗെയിമിംഗ്, ഓൺലൈൻ ക്ലാസ് ഈ 3 സാഹചര്യങ്ങളിലും ഈ 400 രൂപയുടെ ബഡ്ജറ്റ് ഇയർഫോൺസ് എങ്ങനെ പെർഫോം ചെയ്തതെന്ന് നിങ്ങളോട് ഈ വീഡിയോയിൽ ഞാൻ പറയാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റ്യൂ. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. സ്മാർട്ട് ഫോൺസ് മാത്രം കവർ ചെയ്താൽ പോരാ, ചില അക്സസറീസും കവർ ചെയ്യണം എന്ന് നിങ്ങൾ സജഷൻ തന്നുകൊണ്ടാണ് ഇനി നമ്മൾ അക്സസറീസും കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ആ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്ക് റെഡ്മി ഇയർഫോൺസ് അൺബോക്സ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യാം. നന്നായി ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സാണ് റെഡ്മി ഇയർഫോൺസ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയുടെ ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അലുമിനിയം ചേമ്പറാണ് ഈ ഇയർഫോൺ ലഭിക്കുന്നത് എന്നുള്ളൊരു സംഗതിയും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ലൊരു സംഗതിയാണ്. പണ്ട് 1000 രൂപയുള്ള ഇയർഫോൺസ് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ബോക്സിനുള്ളിൽ ഇയർഫോൺസ്, ഒരു ലീഫ്ലെറ്റ്, അതുപോലെ തന്നെ കുറച്ച് സബ്സിഡറി ആയിട്ടുള്ള ഇയർ ബഡ്സും ലഭിക്കുന്നുണ്ട്. സ്മോൾ, മീഡിയം, ലാർജ് 3 സൈസിലുള്ള ഇയർ ബഡ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇൻ ടോട്ടൽ, അതായത് ആ ഡിവൈസിൽ ഉള്ളതും കൂടെ ഉൾപ്പെടെ. ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ റെഡ്മിയുടെ ഇയർഫോൺ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്നിയർ ടൈപ്പാണ്. പൊതുവെ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് 3 ടൈപ്പുകളിലുള്ള ഇയർഫോൺസ് ആണ് കിട്ടുന്നത്. ഒന്ന് ക്ലാസിക്, വേറൊന്ന് ഇന്നിയർ, അതുപോലെ തന്നെ ബഡ്സ്. ഇപ്പോൾ റിയൽമിയുടെ ഒക്കെ ബഡ്സാണ് നമുക്ക് കിട്ടുന്നത്. ചില ക്ലാസിക്കുകളും ഈ ഒരു ബഡ്ജറ്റിലുണ്ട്. പക്ഷേ ഇവിടെ ഇൻ ഇയർ ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇയർ ബഡുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഇയർ കനാലിൻ്റെ സൈസ് അനുസരിച്ച് ഇയർ ബഡ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചുകൾ വരുത്താൻ കഴിയും. ഇപ്പോൾ സ്മോളോ, മീഡിയമോ, ലാർജോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു കംഫർട്ട് ഉണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ബിൽഡ് ക്വാളിറ്റി റെഡ്മിയോടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി വയേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ തിന്നായിട്ടുള്ള, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വയർ ക്വാളിറ്റി ആയിരുന്നു പ്രതീക്ഷിച്ചത്. കാരണം 400 രൂപയല്ലേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല ഇവിടുത്തെ കാര്യം. വയേഴ്സ് എല്ലാം നല്ല തിക്കാണ്. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഡിവൈഡർ കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഈ ഒരു ബഡ്ജറ്റുള്ള ഇയർഫോൺസ് എല്ലാം മൈക്ക് തന്നെയാണ് ഡിവൈഡറായിട്ടും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ഒരു ഡിവൈഡർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇയർഫോൺ കംപ്ലീറ്റ്ലി അലുമിനിയം മെയ്ഡ് അല്ല, പക്ഷേ സൗണ്ട് പ്രൊവൈഡർ ഇരിക്കുന്നിടത്ത് അലുമിനിയം ബിൽഡ് ഉണ്ട്. ആ അലുമിനിയം ചേമ്പർ ശരിക്കും ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. റിയൽമി ബഡ്സിൻ്റെ വയർ ക്വാളിറ്റി ആയിട്ട് നമുക്ക് റെഡ്മിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനുണ്ട്. റിയൽമിയുടെ എന്ന് പറയുമ്പോൾ ചെറിയൊരു ത്രെഡ് പോലെ താഴത്തോട്ട് പോകുമ്പോഴേക്കും റെഡ്മിയുടെ തിക്കായിട്ടുള്ളൊരു വയർ തന്നെയാണുള്ളത്. ഇവ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ വേണമെങ്കിൽ താഴെ കമൻസിൽ ചോദിച്ചാൽ മതി. ഞാൻ അവിടെ തന്നെ റിപ്ലൈ തരികയോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുകയോ ചെയ്യാം. ഇനി ആ ജാക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ്. വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ജാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. പൊതുവേ ഈ ഒരു ബഡ്ജറ്റിലുള്ള ഇയർഫോൺസിന് എല്ലാത്തിനും പണി കിട്ടുന്നതെന്ന് പറയുമ്പോൾ ആ ജാക്ക് പണിയാക്കണമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം നല്ല കൺസ്ട്രക്ഷൻ ഉണ്ട്. റെഡ്മി ഇയർഫോൺസ് എന്നെ ശരിക്കും ഇംപ്രസ് ചെയ്തത് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലാണ്. ഞാൻ പ്രതീക്ഷേൻ്റെ മേളിൽ പോയി. ഹൈറസ് ഓഡിയോ എന്നൊക്കെ എഴുതിയേക്കുന്നത് ചുമ്മാ കോമഡി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. നല്ല ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബേസ് ക്വാളിറ്റി സൂപ്പർ, ടോപ്പ് നോച്ച്. ഈ ഒരു ബഡ്ജറ്റ് ഞാൻ കണ്ടതിൽ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഞാൻ ഈ ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമായിട്ട് 4 ജേണേഴ്സിലുള്ള പാട്ടുകളാണ് കേട്ടത്. EDMs, പോപ്പ് മ്യൂസിക്, റോക്ക്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളം മെലഡീസ്. ഈ 4 മേഖലകളിലും അടിപൊളി പെർഫോമൻസ്. ഒരു മ്യൂസിക് ലവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പർച്ചേസ് ആയിരിക്കും അത്. അല്ലെങ്കിൽ ഒരു മ്യൂസിക് ലവറിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണിത്. ഇനി ഗെയിമേഴ്സിനും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ഒത്തിരി നേരം ഇരിക്കുന്ന കുട്ടികളും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു സംഗതി ഇതിൻ്റെ എർഗണോമിക്സ് ആണ്. ചെവിയിൽ വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ആ മൈക്കിൻ്റെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആക്യുറേറ്റ് ആണ്, വെൽ പ്ലേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാലും ഒത്തിരി ഡിസ്റ്റർബൻസ് ചെവിയിലുണ്ടാവില്ല. അന്ന് വെച്ചുകൊണ്ട് ഒത്തിരി നേരം ഇത് വെച്ചുകൊണ്ടിരിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ലിമിറ്റ് ചെയ്യുക. പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു ഔട്ട്പുട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ മൈക്കിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസും ഉണ്ട്. ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടില്ലെന്നുള്ളതാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഒത്തിരി ഡിവൈസുകൾക്ക് അതില്ലതാനും. പക്ഷേ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ റെഡ്മി കൊടുക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓൺലൈൻ ക്ലാസ്, ഗെയിമിംഗ്, അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ 4 ജേണേഴ്സിലുള്ള മ്യൂസിക് എക്സ്പീരിയൻസ്, ഇത്രയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 400 രൂപ എന്ന ബഡ്ജറ്റ് നിന്നുകൊണ്ട് അടിപൊളി ഒരു ഡിവൈസ് തന്നെയാണ് റെഡ്മിയുടെ ഇയർഫോൺസ്. പക്ഷേ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് മ്യൂസിക് കേൾക്കുന്നതെങ്കിൽ ഞാനിത് ഒത്തിരി റെക്കമെൻഡ് ചെയ്യത്തില്ല. ഓടാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്കൗട്ട് സെഷൻസിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നതെങ്കിൽ ബോട്ട് അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു ഇയർഫോൺസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു 100 രൂപ അങ്ങോട്ട് കൂടുതലാകും, 500 രൂപയാവും. അത് മേടിക്കുക. റെഡ്മി ഇയർഫോൺസിനുള്ളൊരു ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.